സഹശുശ്രൂഷകൾക്കും കാർമികനും മറ്റിതര ശുശ്രൂഷകൾക്കും വന്നിക്കാനായി നീട്ടുന്നു. ഭക്തിയാദരങ്ങളോടെ വിശുദ്ധ വചനത്തിന്റെ ഉൾക്കാമ്പ് ധ്യാനിക്കാം. പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ട യോസേഫ് എന്ന പുരുഷനുമായി വിവാഹം
നിശ്ചയം ചെയ്തിരുന്ന ഒരു കന്യകയുടെ അടുക്കലേക്ക് ദൈവം ഗബ്രിയേൽ ദൂതനെ അയച്ചു. ആ കന്യകയുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവരുടെ അടുക്കലെത്തി പ്രകാരം പറഞ്ഞു: ദൈവകൃപ നിറഞ്ഞവളേ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വാക്കുകൾ കേട്ടവൾ അത്യധികം അസ്വസ്ഥയായി. ഈ അഭിവാദനം എന്തായിരിക്കാമെന്ന് അവർ ചിന്തിച്ചു. ദൈവദൂതൻ അവരോട് പറഞ്ഞു: മറിയമേ, ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ഇതാ നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. അദ്ദേഹത്തിന് ഈശോ എന്ന് പേരിടണം. അവിടുന്ന് വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. അവിടുത്തെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അദ്ദേഹത്തിന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ ദൈവം ഇന്നാളും ഭരണം നടത്തും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടായിരിക്കില്ല. മറിയം ദൂതനോട് ചോദിച്ചു: ഞാൻ പുരുഷനെ അറിയാത്തതിനാൽ എങ്ങനെ സംഭവിക്കും? ദൂതൻ മറുപടി പറഞ്ഞു: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അതിനാൽ ജനിക്കാനിരിക്കുന്ന പരിശുദ്ധൻ ദൈവത്തിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനെയും അവളുടെ വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് വിളിക്കപ്പെട്ടിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് സാധ്യമായൊന്നുമില്ലല്ലോ. മറിയം പറഞ്ഞു: ഇതാ കർത്താവിന്റെ ദാസി, അങ്ങയുടെ വാക്ക് പോലെ എന്നിൽ ഭവിക്കട്ടെ. ഉടനെ ദൂതൻ അവരെ വിട്ടു പോയി. സ്നേഹമുള്ള ഷാജിയച്ച, സ്നേഹമുള്ള ജോസച്ച, സ്നേഹമുള്ള ബ്രദേഴ്സ്, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, കോയിപ്പള്ളി കുടുംബാംഗങ്ങളെ, സ്നേഹമുള്ള ഈരയിലെ എൻ്റെ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, വളരെ ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ഈരയിലെ പരിശുദ്ധ പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ ഈ ദേവാലയത്തിൽ വന്ന് നിൽക്കുക. ഇന്നലെ തന്നെ ഞാനിവിടെ വരാനിടയായി. കാരണം ഞാൻ ഇംഗ്ലണ്ടിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ജഗനും ജോജോയും ജയിനൊക്കെ അവിടെ ജോലി ചെയ്തിരുന്നവരാണ്. അവിടെ കുറച്ച് നാള് അവിടെയുള്ള സീറോ മലബാർ സമൂഹത്തിന് ശുശ്രൂഷ ചെയ്യാനായിട്ട് ദൈവം ഇട നൽകി. അങ്ങനെ അവരുമായുള്ള സൗഹൃദത്തിൽ അവർ പറഞ്ഞു: അച്ഛാ, ഈ വർഷം ഞങ്ങളാണ് തിരുനാൾ നടത്തുക, അച്ഛൻ എന്തായാലും ഞങ്ങൾ തിരുനാൾ വരണം, പറ്റിയാലും ഇതോട് സംസാരിക്കുന്നത് പറഞ്ഞു. വളരെയേറെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഇവിടെ തിരുനാൾ വരാനും ഇന്നലെ തന്നെ ഇവിടെ വന്ന് ഈ ചെറിയ ദേവാലയവും ഈ ചെറിയ ദേവാലയത്തിന്റെ പരിസരത്തുള്ള മനോഹരമായിട്ടുള്ള എല്ലാ കൊത്തുപണികളെല്ലാം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, എന്റെ മനസ്സിലേക്ക് വന്ന് നിങ്ങൾ പാടിക്കേട്ടിട്ടുള്ള പാട്ടില്ലേ, സ്വർഗം താണിറങ്ങി വന്നതോ, സ്വപ്നം പീടി നിർത്തി നിന്നതോ, ഈശ്വരന്റെ സൃഷ്ടിയിൽ അഴകഴുന്നതൊക്കെയും ഇവിടെ വന്നു ചേർന്ന ഇന്നിതോ എന്ന് പറഞ്ഞ മാതിരി എല്ലാം അഴകുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ വന്ന് ഈ ഈര ഗ്രാമത്തിൽ വന്ന് ചേർന്നലിഞ്ഞ പോലെ ഒരു പ്രതീതിയാണ് എനിക്കുണ്ടായത്. അപ്പൊ ഈര ഗ്രാമത്തിന്റെ ഈ മാതാവിന്റെ സെബസ്ത്യാനോസ് പുണ്യാളന്റെ തിരുനാളിന്റെ നോട്ടീസ് ഞാൻ വായിച്ചു. അത് വായിച്ചപ്പോൾ അതിൽ അച്ഛൻ എഴുതി വെച്ചിരിക്കുകയാണ്, ഈര ഗ്രാമത്തിന്റെ സ്നേഹോത്സവം എന്നാണ് അച്ഛൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈര ഗ്രാമത്തിന്റെ സ്നേഹോത്സവം, സ്നേഹത്തിന്റെ ഒരു തിരുനാൾ, സ്നേഹത്തിന്റെ ഉത്സവമാണ് ഇവിടെ കൊണ്ടാടപ്പെടുക. സത്യത്തില് നമ്മൾ കവികളൊക്കെ പറയും, എല്ലാ മതങ്ങളുടെയും സാരസത്യമായിട്ട് ഒന്നേ ഉള്ളൂ, അത് സ്നേഹമാണ്. അതുകൊണ്ടാണ് ഉള്ളൂര് പ്രേമസംഗീതം എന്ന് പറയുക, ഒരൊറ്റ മതം തുലങ്ങി ഉയരാം, സ്നേഹമതം എന്നല്ലോ എന്ന് പറയാം. ഈ ലോകത്തിന്റെ മുഴുവൻ ജീവനും ശക്തിയുമായിട്ടുള്ളത് സ്നേഹമാണ്. ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നമ്മളെല്ലാവരും ചേർന്ന് പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ ആഘോഷിക്കുകയാണ്. ഇന്ന് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന നമുക്ക് നൽകുന്ന പാഠം, ഒരു 2 പാഠങ്ങളാണ് നമ്മളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഒന്ന്, നമ്മൾ വിശുദ്ധിയുടെ സാക്ഷികളാവുക. 2, നമ്മൾ സൗഖ്യത്തിന്റെ സാന്നിധ്യങ്ങളാവുക എന്നുള്ളതാണ്. വിശുദ്ധ സെബസ്ത്യാനോസിനെ കുറിച്ച് നിങ്ങളൊക്കെ ഒത്തിരിയേറെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കാം. ഞാൻ 2-3 കാര്യങ്ങൾ മാത്രം പറയുകയാണ്. വിശുദ്ധ സെബസ്ത്യാനോസ് ആരായിരുന്നു? ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ അംഗരക്ഷകന്റെ ക്യാപ്റ്റനായിരുന്നാണ് പറയാം. ഡയോക്ലീഷ്യൻ ചക്രവർത്തി നമ്മളൊക്കെ നമ്മൾ ഇന്ന് നാട്ടില് പ്രധാനമന്ത്രിയുടെ അംഗരക്ഷകൻ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ക്യാറ്റ് കമാൻഡോസ് എന്ന് പറയും, കരിപ്പൂച്ച കമാൻഡോകളാണ്. അവരുടെയൊക്കെ തലവനായി തീരുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വിശ്വസ്തനും ഏറ്റവും പ്രഗത്ഭനുമായിട്ടുള്ള പടയാളികളെയാണ് അംഗരക്ഷകരായിട്ട് തിരഞ്ഞെടുക്കുക. ഈ അംഗരക്ഷക പടയാളികളുടെ തലയാവായി തീരുക എന്ന് പറഞ്ഞാൽ അവർ ഏറ്റവും
അത്രമാത്രം വിശ്വസ്തനായ ചക്രവർത്തിക്ക് പ്രീതിപാത്രമായിരുന്ന ഒരാളാണ് സെബസ്ത്യാനോസ്. സെബസ്ത്യാനോസ് ചക്രവർത്തിയുടെ വിശ്വസ്തദാസനായിരുന്നു. പക്ഷെ ചക്രവർത്തി വരെയാണ് സത്യദൈവത്തെ തള്ളി പറയുകയും നീ വിശ്വാസം ഉപേക്ഷിക്കുകയും ചെയ്യുമെന്ന് സെബാസ്റ്റ്യൻ പറഞ്ഞു. എന്റെ ജീവനാണ് എനിക്ക് ഏറ്റവും വലിയ ദൈവം നൽകിയ സമ്മാനം. ജീവൻ നൽകിയ ജീവദാതാവിനേക്കാൾ വലുതായിട്ട് എനിക്കൊന്നുമില്ല. എന്റെ ജീവനേക്കാൾ ജീവദാതാവിനെ ഞാൻ വലിയുള്ളവനായി കണക്കാക്കുന്നു പറഞ്ഞിട്ട് ആ ജീവൻ നൽകി ജീവദാതാവിന് വേണ്ടി, തന്റെ വിശ്വാസത്തിന് വേണ്ടി തന്നെ സ്വയം നൽകി ജീവത്യാഗം നൽകിയ ഒരു മഹാ പുണ്യപുരുഷനെയാണ് നമ്മൾ ഇവിടെ ഓർക്കുകയാണ്. പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജീവിതം നമ്മൾ ഓർക്കുക. പരിശുദ്ധ കന്യാമറിയം ഒരു രക്തസാക്ഷിയായിരുന്നില്ല. പക്ഷെ തന്റെ ജീവിതം മുഴുവൻ ഒരു വിശ്വാസത്തിന്റെ തീർത്ഥയാത്രയായിരുന്ന ഒരു അമ്മയാണ് പരിശുദ്ധ കന്യാമറിയം. ഇന്ന് നമ്മള് സെബസ്ത്യാനോസ് പുണ്യാള തിരുനാൾ ആവശ്യത്തിലെ പ്രദക്ഷിണക്കായിട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോ ഞാൻ ഇവിടെ ഈ പോകുന്ന വഴിയിൽ ഒരു പരസ്യം കണ്ടു. ഏത് സിനിമാ നടന്റെ എന്ന് എനിക്ക് മനസ്സിലായില്ല. ആ പരസ്യം സിനിമാ നടന്റെ ഫാൻ ക്ലബ് വെച്ചിരിക്കുന്ന ഒരു പരസ്യമാണ്. അതിങ്ങനെ ഇരിക്കുന്നത്, ഏത് സിംഹം വന്നാലും തുപ്പാക്കിയെ കീഴടക്കാനാകില്ല എന്ന് തോക്ക് ചൂടി നിൽക്കുന്ന ഏതൊരു സിനിമാ നടൻ. ഏത് സിംഹം വന്നാലും എന്നെ കീഴടക്കാനാകില്ല. അതായിരുന്നു സെബസ്ത്യാനോസ് പുണ്യാള. യു മേ കിൽ മീ ബട്ട് യു കാനോട്ട് ഡിഫീറ്റ് മീ. നിനക്ക് എന്നെ കൊല്ലാൻ സാധിക്കും, പക്ഷെ നിനക്ക് എന്നെ കീഴടക്കാനാകില്ല എന്ന് പറഞ്ഞ സെബസ്ത്യാനോസ് പുണ്യാളന്റെ വിശ്വാസം. ആ വിശ്വാസമാണ് നമ്മൾ ആഘോഷിക്കുക. ഈ പരിശുദ്ധ കന്യാമറിയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? പരിശുദ്ധ കന്യാമറിയവും നമ്മളുടെ വ്യത്യാസം എന്താണ്? നമ്മളൊക്കെ പറയും ജീവിതത്തിൽ എത്രമാത്രം പഠിച്ചിട്ടും പരീക്ഷയ്ക്ക് മുമ്പിൽ വരുമ്പോൾ നമ്മൾ പകരുമ്പോൾ നമ്മളൊക്കെ പകച്ചു പോകും. അതിൽ നമ്മൾ പറയും എത്രമാത്രം പരിശ്രമിച്ചിട്ടും വിജയം നമുക്ക് അന്യമാകുമ്പോൾ, എത്രമാത്രം നമ്മൾ പണം വാരിക്കോരി എറിഞ്ഞിട്ടും നമ്മുടെ ബിസിനസ്സുകളെല്ലാം അടിക്കടി തകരുകയും നമ്മൾ കടത്തിന്റെ നീർക്കയത്തിൽ മുങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? അതിൽ നമ്മൾ പറയും എന്റെ അച്ഛൻ എത്രമാത്രം വിട്ടുവീഴ്ച ചെയ്തിട്ടും ഞങ്ങളുടെ ദാമ്പത്യം ഒരു ബാലികരാമലയായി മാറിയിരിക്കുകയാണ്. എത്ര സ്നേഹം കൊടുത്തിട്ടും എന്റെ മകൻ എന്നെ കൈവിട്ടു പോവുകയാണ് അച്ഛാ, ഞാൻ എന്താണ് ചെയ്യുക? അതിൽ നിന്ന് നമ്മൾ പറയും, ചിലപ്പോഴൊക്കെ നമ്മൾ പറയും എത്രമാത്രം ചികിത്സിച്ചിട്ടും എത്ര ഡോക്ടർമാരെ കണ്ടിട്ടും എന്നെ രോഗം പിടിവിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ദേവാലയത്തിൽ വന്ന അച്ഛനോട് പറഞ്ഞ് നമ്മൾ വെളിയെറിച്ച് പ്രാർത്ഥിക്കും. ചിലപ്പോൾ കുറച്ച് 1 വർഷം 2 വർഷം കഴിയുമ്പോൾ നമ്മളൊക്കെ ദൈവത്തെയും കൈവിടും. നമ്മൾ വഴിതെറ്റി നമ്മൾ ഇടകി കാഴ്വഴിയും. എന്നാൽ പരിശുദ്ധ കന്യാമറിയത്തിൽ ഒരു പാഠമുണ്ട്. പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജീവിതത്തിൽ നമ്മൾ പറയും, പരിശുദ്ധ കന്യാമറിയം പഠിപ്പിക്കുന്ന ഒരേ ഒരു പാഠം, പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജീവിതത്തിൽ തുടക്കം മുതൽ ഒടുക്കം മുതൽ മാതാവിന് ശക്തി നൽകിയ ഒരു വാക്യമുണ്ടായിരുന്നു ഞാൻ വിശ്വസിക്കുകയാണ്. അതിതാണ്, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഈ ഒരു വാക്യമാണ് പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജീവിതത്തിലുടനീളം ശക്തി പകർന്നത്. നമ്മളൊക്കെ പറയും പരിശുദ്ധ കന്യാമറിയം ജീവിച്ചിരുന്ന കാലഘട്ടം എന്നെ ഒരു സ്ത്രീയായോ മൃഗമായോ ജനിപ്പിക്കാത്തതിനെ ഓർത്ത് ദൈവമേ നിനക്ക് ഞാൻ നന്ദി പറയുന്നു എന്ന പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും സായാഹ്നത്തിലും പ്രാർത്ഥിച്ചിരുന്ന സംസ്കാരത്തിലാണ് പരിശുദ്ധ കന്യാമറിയം ഒരു സ്ത്രീയായിട്ട് ജനിക്കുക. ഒരു സ്ത്രീയായിട്ട് ജനിപ്പിക്കാത്തതിൽ നിനക്ക് ഞാൻ നന്ദി പറയുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്ത്രീയായിട്ട് ജനിക്കുക എന്നൊരു അപമാനമായിരുന്നു. അങ്ങനെ ഒരു സ്ത്രീയായിട്ട് ജനിക്കുകയാണ്. തന്റെ കൗമാരത്തിൽ തന്നെ കൗമാര സ്വപ്നങ്ങളെല്ലാം പിഴുതെറിയപ്പെട്ട് ദൈവഹിതത്തിന് ആമേൻ പറയുകയാണ് പരിശുദ്ധ കന്യാമറിയം. നീ അത്യുന്നതന്റെ പുത്രന്റെ അമ്മയായിരിക്കും, അമ്മ മഹാറാണിയായിരിക്കുമെന്നും നിന്റെ പുത്രൻ യാക്കോബിന്റെ ഭവനത്തിൽ എന്നേക്കും ഭരണം നടത്തുമെന്നൊക്കെ പറഞ്ഞ് മോഹന വാഗ്ദാനങ്ങളൊക്കെ ദൈവദൂതൻ മാതാവിന് നൽകുകയാണ്. പക്ഷേ മാതാവിന് അപ്പോൾ തന്നെ മാതാവിന്റെ കന്യാത്വം സംശയിക്കപ്പെടുകയാണ്. യൗസേപ്പ് പിതാവ് മാതാവിനെ സംശയിക്കുകയാണ്. ഇനിയും വീണ്ടും മാതാവ് ഗർഭിണിയായി പരിശുദ്ധാത്മാവാൽ ഗർഭിണിയായിട്ട് തന്റെ ഉദരത്തിൽ വഹിച്ച കുഞ്ഞിനെയുമായിട്ട് ഗർഭം ധരിച്ച കുഞ്ഞിനെ പ്രസവിക്കാനാണ് കാലമായപ്പോൾ നമ്മൾ ഓർക്കും ദൈവത്തിന്റെ മാതാവിന് തീർച്ചയായിട്ടും പട്ടുമറ്റയും ഒരു കൊട്ടാരവുമായിരിക്കും മാതാവ് സ്വപ്നം കണ്ടിരുന്നു നമുക്കറിയില്ല. പക്ഷേ മുട്ടി വിളിച്ച വാതിലുകളെല്ലാം കൊട്ടിയടക്കപ്പെടുകയാണ്. മാതാവ് ദൈവപുത്രന്റെ മാതാവ് നമ്മൾ സ്വപ്നം കണ്ടിരുന്ന മാതാവിന് മുമ്പിൽ വഴി തുറക്കുക കൊട്ടിയടക്കപ്പെട്ട വാതിലുകളാണ്. അവസാനം തന്റെ ചോരക്കുഞ്ഞിനെ എവിടെയാണ് പ്രസവിക്കുക? ജനിക്കാൻ പിറക്കാൻ ഇടമില്ലാതെ കാര്യത്തിൽ പിറക്കാനായിട്ട് ഇടവരികയാണ്. ആ ചോരക്കുഞ്ഞിനെയും എടുത്ത് മരം കോച്ചു തണുപ്പില് ഒരു കഴുതപ്പുറത്തെടുത്തുകൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുകയാണ്. നമ്മൾ ഈജിപ്തിലേക്കൊക്കെ പോവുക, നമ്മുടെ ഇസ്രായേലിലേക്ക് യൂറോപ്പിലേക്ക് വിസയ്ക്ക് ജോലിക്ക് പോവുകയാണ്. അതിന്റെ ജീവൻ പ്രാണരക്ഷാർത്ഥം അഭയാർത്ഥിയായിട്ട് ഈജിപ്തിലേക്ക് പോവുകയാണ്. വീണ്ടും ദൂതൻ കൽപ്പിച്ചതനുസരിച്ച് നസ്രത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഒരു ദരിദ്രനായ അച്ഛന്റെ കൂടെ കുടുംബജീവിതം ആരംഭിക്കുകയാണ്. എല്ലാ സ്വപ്നങ്ങളും തന്റെ കുടുംബജീവിതത്തിൽ ദാരിദ്ര്യമാണെങ്കിൽ സ്നേഹമുള്ള ഒരു ഭർത്താവിനുള്ള പ്രതീക്ഷയോട് ഭർത്താവോട് കൂടെ കഴിയുമ്പോൾ അധികം വൈകാതെ ഭർത്താവ് മരണം മൂലം വേർതിരിയുകയാണ്. നിങ്ങളുടെ അടുത്തിരിക്കുന്ന നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങൾ വേർതിരിഞ്ഞു പോയാൽ നിങ്ങൾക്കുണ്ടാകുന്ന ദുഃഖം നിങ്ങൾ
ഞങ്ങൾ കാത്തിരിക്കുന്ന രീതിയിലാണ് ഇവിടെ ഇരിക്കുന്ന ഒരു സംശയമുണ്ട്. ഇന്ന് സ്വന്തം ഭർത്താവ് അകാലത്തിൽ മരണം പ്രാപിച്ച് കാത്തിരിക്കുന്നതിന് വർഷങ്ങൾക്ക് 30 വർഷം പോലും തന്നെ മകന് കഴിയുന്നതിന് മുമ്പ് തന്റെ പിതാവ് തന്റെ ഭർത്താവിൽ നിന്ന് മരണം പോലും വേർപെട്ടു പോവുകയാണ്. തന്റെ ഭർത്താവിന്റെ വേർപാടിന് നൊമ്പരം അനുഭവിക്കുന്ന മാതാവ് വീണ്ടും തന്റെ മകൻ തനിക്ക് ആശ്രയമാകും. എല്ലാം തന്റെ ജീവനായി തന്റെ മകൻ തനിക്ക് ആശ്രയമാകുമെന്ന് കരുതിയ മാതാവ് വീണ്ടും തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. 30-ാമത്തെ വയസ്സിൽ തന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ ഞാൻ വ്യാപൃതനായിരിക്കേണ്ടത് ആവശ്യമാണെന്നുള്ള ചിന്തയോടെ വീട് വിട്ടിറങ്ങി പോകുന്നൊരു മകൻ. ആ മകനെ കുറിച്ച് ഒത്തിരിയേറെ നല്ല കാര്യങ്ങളൊക്കെ മാതാവ് കേട്ടു. എങ്കിലും അതിനേക്കാൾ കൂടുതൽ അസുഖകരമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുകയാണ്. ഇവൻ ദൈവനിഷേധിയാണെന്നും നിയമലംഘകനാണെന്നും ഇവനൊരു വിപ്ലവകാരിയാണെന്നും അവൻ മുദ്രകുത്തപ്പെടുകയാണ്. ഓശാന പാടിയ ജനം തന്നെ അവനെ ആക്രോശിച്ച് അട്ടഹസിച്ചുകൊണ്ട് പടയാളികളും ഒരു കുറ്റവാളിയെ പോലെ ഒരു തെരുവുതന്മാടിയെ പോലെ മാതാവിന്റെ മുമ്പിലൂടെ അടിച്ചുകൊണ്ട് കുരിശുകൊണ്ടുകൊണ്ട് കൊണ്ടുപോവുകയാണ്. ഇതൊക്കെ നോക്കി നിൽക്കുന്ന ഒരു നമ്മളെ പോലെ പക്ഷമാസമുള്ള ഒരു അമ്മയുടെ ചിത്രമാണ് നമ്മൾ കാണുക. അവസാനം എല്ലാവരുടെയും മുമ്പിൽ ഏറ്റവും മകൻ കൊടുക്കാവുന്ന ഏറ്റവും ഹീനമായ കുരിശുമരണം തന്റെ മകൻ ഏറ്റുവാങ്ങുമ്പോഴും ഈ മാതാവ് നിർനിമേഷയായി നിശബ്ദയായി നോക്കി നിൽക്കുകയാണ്. അവസാനം തന്റെ ജീവനായ തന്റെ മാംസത്തിന്റെ മാംസവും തന്റെ രക്തത്തിന്റെ രക്തവുമായ തന്റെ കുമാരൻ തന്റെ മടിയിൽ മൃതദേഹം തന്റെ മടിയിൽ തന്റെ കൈകളിൽ വാരിയെടുക്കുമ്പോൾ ആ മാതാവിന്റെ ഹൃദയത്തെയും കണ്ണുകൾ ധാരധാരയായി സദലിക്കണം. ദൂതൻ നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും വെറും വാക്കുകളായി തീരുന്ന മാതാവ് മുമ്പിൽ തീരുകയാണ്. എങ്കിലും മാതാവ് വിചാരിച്ചു ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഇന്ന് നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം ഇത് തന്നെയാണ്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം മംഗളകരമായി തീരും. ഇത് വിശ്വാസ വർഷമാണ്. 2012 ഒക്ടോബർ 11 പരിശുദ്ധ പിതാവ് രണ്ടാം വത്തിക്കാൻ സുനഹദോസിന്റെ 50-ാം വാർഷികത്തിൽ ഈ വർഷത്തെ വിശ്വാസ വർഷമാണ് പ്രഖ്യാപിക്കുകയാണ്. വിശ്വാസ വർഷത്തിന്റെ കാതൽ പരിശുദ്ധ പിതാവ് ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്. The year of faith it is a summons to an authentic and renewed conversion to Jesus Christ, the only one savior of the world എന്ന് പറയാം. ഒരു ആധികാരികവും നവീകരിക്കപ്പെട്ടതുമായ മാനസാന്തരത്തിന്റെ മടക്കയാത്രയുടെ ക്രിസ്തുവിലേക്കുള്ള മടക്കയാത്രയുടെ കാലഘട്ടമാണ്. ഇതാണ് വിശ്വാസ വർഷം കൊണ്ട് ദൈവസഭ നമ്മെ പഠിപ്പിക്കുക. ഈ വിശ്വാസ വർഷത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പരിശുദ്ധ കന്യകാമാതാവിനെ പോലെ ആരെന്നെ കീഴ്പ്പെടുത്തിയാലും ആരെന്നെ കൊന്നാലും ഞാൻ പരാജയപ്പെടുകയില്ല എന്ന് പറഞ്ഞ സെബസ്ത്യാനോസിനെ പോലെ നിങ്ങൾക്ക് വിശ്വാസത്തിൽ അചഞ്ചലരായി തീർന്നാൽ ഈ വിശ്വാസ വർഷം നമുക്ക് ഒരു ആഘോഷമായിട്ട് മാറും. ഒരു വിശ്വാസത്തിന്റെ ഒരു അമ്മയായി തീരുക എന്നുള്ളതാണ് നമ്മൾ അനുകരിക്കേണ്ട പാഠം. നമുക്ക് എല്ലാവർക്കും അറിയാം, അമ്മ എന്ന് പറയുമ്പോഴൊക്കെ നമ്മൾ എല്ലാവരും ഇതും പറയും. എത്ര വലിയവരായിക്കൊള്ളട്ടെ, അവിടെ ഇരിക്കുന്ന 70-80 വയസ്സായ അപ്പാപ്പനോ അമ്മാമ്മയോ ചട്ടയും കൊണ്ടെടുത്ത അമ്മാമ്മയോ ആരൊക്കെ നമ്മൾ ആയിത്തീർന്നാലും, ഒരു അച്ഛനോ ഒരു മെത്രാനോ ഒരു പരിശുദ്ധ പിതാവോ നമ്മൾ ആയിത്തീർന്നാലും നമ്മുടെ ഉള്ളിൽ അമ്മയെന്ന് വിളിച്ച് പൊതുതീരാത്ത ഒരു കുഞ്ഞുണ്ടെന്നാ പറയാം. എത്രമാത്രം നമ്മൾ വിളിച്ചാലും എത്രമാത്രം നമ്മൾ സ്നേഹിച്ചാലും സ്നേഹിക്കപ്പെട്ടാലും നമുക്ക് പൊതുവരാത്ത ഒരു സംജ്ഞയാണ്, ഒരു നാമമാണ് അമ്മ. ഞാനൊക്കെ പണ്ട് ഇപ്പോൾ പാഠപുസ്തകം ഉണ്ടോന്ന് അറിയില്ല, 2ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ അമ്മ എന്നൊരു പാഠമുണ്ട്. ആ പാഠം എങ്ങനെയാണ്? പാഠം 2 എന്റെ അമ്മ എന്നും അതിരാവിലെ ഉണരും, ഈശ്വരനാമം ജപിക്കും, മുറ്റമടിക്കും, തൊഴുത്ത് വൃത്തിയാക്കും, അപ്പാപ്പനെയും അമ്മാമയെയും പരിചരിക്കും, എങ്കിലും ഞാൻ കരഞ്ഞാൽ ഓടിയെത്തും, വാരിയെടുത്തും മതരും എന്റെ അമ്മ നല്ല അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ 2ാം ക്ലാസ്സിലെ കുട്ടികൾ ഇപ്പൊ പാഠപുസ്തകത്തിലുണ്ടോ? പാഠം ഇല്ല എന്നത് പറയാം. നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ പാഠപുസ്തകത്തിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുകയാണ്. ഇതുപോലെ അമ്മയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കവികളും കലാകാരന്മാരൊക്കെ അമ്മയെ കുറിച്ച് പറയാത്തവരോ പാടാത്തവരായിട്ടില്ല. നമ്മളൊക്കെ എനിക്ക് എന്റെ മനസ്സിൽ ഏറ്റവും തന്നെ സ്പർശിച്ച 2 വരി കവിതകൾ ശ്രീകുമാരൻ തമ്പി എഴുതിയതാണ്. ശ്രീകുമാരൻ തമ്പി ഒരു സഞ്ചാരിയായിരുന്ന ഒരു കവിയായിരുന്നു പറയാം. അദ്ദേഹം ഒത്തിരിയേറെ സഞ്ചരിച്ച് അവർ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് തിരിച്ചു വരും. വീട്ടിൽ വരുമ്പോൾ അമ്മമാരെ സൽക്കരിച്ച് വീണ്ടും അമ്മയുടെ സൽക്കാരം കിട്ടിയിട്ട് വീണ്ടും തിരിച്ചു പോകുമെന്ന് പറയാം. അപ്പോൾ കവി ഒരു ദിവസം അമ്മ മരിച്ചു എന്നുള്ള വാർത്ത കേട്ട് തിരിച്ചു വന്ന് അമ്മയുടെ ചിതാഭസ്മത്തിനരികെ വന്ന് നിൽക്കുകയാണ്. അവിടെ നിൽക്കുമ്പോൾ കവിയുടെ മനസ്സിൽ വരുന്ന 4 വരി കവിതയാണ്. കവി ഇങ്ങനെയാണ് പറയാ: കിട്ടാക്കടത്തിൻ കണക്ക് സൂക്ഷിക്കാതെ സൽക്കരിച്ചെന്നെ നീ അന്ത്യദിനം വരെ, കിട്ടാക്കടത്തിൻ കണക്ക് സൂക്ഷിക്കാതെ സൽക്കരിച്ചെന്നെ നീ അന്ത്യദിനം വരെ, എന്നെ ഈ അവസാന നാളെ വരെ ഒരിക്കലും ഞാൻ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ലാതെ നീ എന്നെ സൽക്കരിക്കുകയാണ്. അതിന് പറയാ, എത്ര എടുത്താലും ഒട്ടും കുറയാത്ത സ്വത്തൊന്നു മാത്രം അത് അമ്മയാണ്
എത്ര എടുത്താലും ഒട്ടും കുറയാത്ത സ്വത്തൊന്നു മാത്രം അത് അമ്മയാണ് ഒഴിയില്ലെന്നാണ് അവർ പറയുക. നമ്മൾ എത്രമാത്രം എടുത്താലും എത്രമാത്രം വീണ്ടും വീണ്ടും നമ്മൾ ഉപയോഗിച്ച അക്ഷയ പാത്രം പോലെ ഒരിക്കലും ഉറവ് പറ്റാത്ത, ഒരിക്കലും തീരാത്ത ഒരു സ്വത്ത് ഈ ഭൂമിയിലുണ്ടെങ്കിൽ അത് അമ്മയാണ്. ഇത് കവികളൊക്കെ പറഞ്ഞു വയ്ക്കുന്ന കാര്യം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ അമ്മയുടെ കാര്യമാണ്. ഞാൻ ഇവിടെ വന്നു നിൽക്കുമ്പോൾ 2 വർഷം മുമ്പ് ഞാൻ തിരിച്ചറിഞ്ഞ ഒരു സത്യമുണ്ട്. ഇന്ന് ഞാൻ അച്ഛനായിട്ട് അൾത്താരയ്ക്ക് മുമ്പിൽ നിൽക്കുന്നത് നല്ല ദൈവത്തിന്റെ കൃപയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതോടൊപ്പം എൻ്റെ അമ്മയുടെ സ്നേഹമാണെന്ന് ഞാൻ പരസ്യമായിട്ട് പ്രഘോഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഞാൻ ഇതുപോലെ മനോഹരമല്ലെങ്കിലും മനോഹാരത്തോട്ട് തന്നെ കുറവില്ലാത്ത അങ്കമാലിക്കടുത്ത്, എറണാകുളം ജില്ല അങ്കമാലിക്കടുത്ത് മൂക്കന്നൂർ എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് എൻ്റെ വീട്. ഞങ്ങൾ ഇന്നത്തെ പോലെ അണുകുടുംബമൊന്നുമല്ല, ഒരു ചെറിയ കുടുംബമാണ്. 9 മക്കളാണ് എൻ്റെ വീട്ടിൽ. 9, 7 ആണും 2 പെണ്ണും. എൻ്റെ അപ്പച്ചൻ 91 പട്ടണത്തിൽ മരിച്ചുപോയി. എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ 88 വർഷം വയസ്സായി. ഇന്നലെ എൻ്റെ അമ്മയുടെ ജന്മദിനം ആഘോഷിച്ചിട്ടാണ് ഞാൻ ഇവിടെ വരിക. ഈ അത്താരിയിൽ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയെ സ്നേഹപൂർവ്വം ഓർക്കുകയാണ്. കാരണം എൻ്റെ അമ്മയില്ലെങ്കിൽ, എൻ്റെ അമ്മയുടെ സ്നേഹമില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കാനായിട്ട് ജീവിച്ചിട്ടുണ്ടാവില്ല. കാരണം ഞാൻ പറയാം, ഞങ്ങളുടെ എൻ്റെ വീട്ടിലെ ഏറ്റവും മൂത്തത് ചേച്ചിയാണ്, പെങ്ങളാണ്. ഞാൻ ഏറ്റവും ഇളയവനാണ്, വീട്ടിലെ വ്യഞ്ജനാണ്. അപ്പോൾ എൻ്റെ മൂത്ത ചേച്ചിക്ക് കല്യാണം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ അമ്മയ്ക്ക് വയറ്റിലൊരു തോന്നില്ല. ഞാൻ വീണ്ടും ഒരു 9ാമതൊരു കുഞ്ഞ് ജനിക്കാനായിട്ടുള്ള ഒരു വാർത്ത വരികയാണ്. അമ്മയ്ക്ക് ആ അങ്കലാപ്പായി. എൻ്റെ ദൈവം മൂത്ത മകളുടെ കല്യാണക്കാരൻ പറഞ്ഞിരിക്കുകയാണ്, ഈ കൊച്ചു ജന്മം ഗർഭമൊക്കെ 9 മാസമാകുമ്പോഴേക്കും അവളുടെ കല്യാണം കഴിഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുവരാനുള്ള സമയം. നിറവയറുമായിട്ട് ഞാൻ അങ്ങനെ ഈ കൊച്ചിനെയും വെച്ചുകൊണ്ട് ഇവളെ കൂട്ടിക്കൊണ്ടുപോകാൻ അമ്മ സ്വപ്നം കണ്ടു. അപ്പൊ അമ്മ ഇത് കേട്ട്, അമ്മ ഗർഭിണിയാണെന്ന് കേട്ട് അമ്മ ഓടിപ്പോയി അപ്പനോട് പറഞ്ഞു, ചേട്ടാ ഞാൻ ഗർഭിണിയാണെന്ന്. ഇത് കേട്ടപ്പോൾ അപ്പൻ അതല്ലാത്തവൻ വലിയ അങ്കലാപ്പായി. അപ്പം പറഞ്ഞു, എൻ്റെ അമ്മയുടെ പേര് യൗപ്രേസി എന്നാണ്. അപ്പം പറഞ്ഞു, യൗപ്രേസി നമുക്കിത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ അമ്മ പറഞ്ഞു, കൊന്നാലും ഞാൻ ഈ കുഞ്ഞിനെ കളയുകയില്ല എന്ന് എൻ്റെ അമ്മ പറഞ്ഞു. കൊന്നാലും ഞാൻ ഈ കുഞ്ഞിനെ കളയുകയില്ല എന്ന് പറഞ്ഞു. അപ്പന് മനസ്സിലായി, ഇവരോട് സാരോപദേശം പറഞ്ഞിട്ട് കാര്യമില്ല. നാളെ കാപ്പി കൂടി സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ സന്തോഷപൂർവ്വം നല്ല മൂഡ് നോക്കി വീണ്ടും ഒന്ന് അവതരിപ്പിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അമ്മയുടെ വീട്ടിൽ ഞങ്ങളുടെ പള്ളിയിലേക്ക് 300 മീറ്റർ മാത്രം അകലുള്ളൂ. പിറ്റേ ദിവസം രാവിലെ പ്രാതലൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ അപ്പം വീണ്ടും പറഞ്ഞു, എടി യൗപ്രേ, വളരെ സ്നേഹപൂർവ്വം യൗപ്രയെ പറഞ്ഞു, എടി നമുക്ക് നീ ആലോചിച്ച് നോക്കി, എങ്ങനെ നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ നോക്കും? എനിക്ക് നാണമായിട്ട് എനിക്ക് ചിന്തിക്കുമ്പോൾ തന്നെ ഓർക്കാൻ പോലും സാധിക്കാൻ പറ്റുന്ന കാര്യമാണ്, നമുക്ക് വേണ്ട. എൻ്റെ അമ്മ പറഞ്ഞു, എന്തു വന്നാലും ഈ കുഞ്ഞിനെ കളയുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞ അമ്മ അടുത്തുള്ള ദേവാലയത്തിലേക്ക് ഓടുകയാണ്. ഞങ്ങളുടെ പള്ളി പരിശുദ്ധ രാഘുല മാതാവിന്റെ നാമധേയത്തിലുള്ള ദേവാലയമാണ്. അമ്മ ദേവാലയത്തിൽ ചെന്ന് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ടുകൾ മുടക്കിയിട്ട് അമ്മ പറയുക, ഞാൻ ഇന്നലെയും കൂടി അമ്മോട് ചോദിച്ചു ഈ ചരിത്രമൊക്കെ. അപ്പൊ അമ്മ മുട്ടി മുടക്കി അമ്മ പരിശുദ്ധ കുർബാനയുടെ കൈകൾ വിരിച്ചിട്ട് കണ്ണുനീർ വാർത്ത അമ്മ കരഞ്ഞോട് പറഞ്ഞു, ഞാൻ അമ്മയുടെ വയറ്റിൽ കൈവച്ചുകൊണ്ട് അമ്മ പറയാണ്, എന്റെ ദൈവമേ, ഈ കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള ശക്തി നീ എനിക്ക് നൽകണമേ. എന്റെ ഉദരത്തിൽ വളരുന്ന ഈ കുഞ്ഞിനെ എന്റെ പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യണമേ. എന്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ വ്യാകുല മാതാവേ, എന്തു വന്നാലും ഈ കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള കരുത്ത് എനിക്ക് നൽകണമേ എന്നാണ് വാങ്ങിട്ട് കരഞ്ഞെന്ന പറയുന്നത്. അങ്ങനെ അപ്പന് മനസ്സിലായത് സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല. അമ്മ ഇന്നലെ പറയാണ്, എൻ്റെ ചേച്ചിയെ കല്യാണം കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകാൻ സമയമായപ്പോ ഇവരൊക്കെ പറഞ്ഞു, അമ്മേനെ കൊണ്ടുപോകണ്ട, ഇത്രയും നിർവഹണമായിരിക്കുന്ന അമ്മച്ചിനെ കൊണ്ടുപോവുക എന്ന് പറയാം. ഞാനും പോരും പറഞ്ഞു അമ്മയും കൂടെ പോയി മകളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു പറയാം. ഈ അവസാനം 9 മാസം പൂർത്തിയായി എന്നെ പ്രസവിക്കാനുള്ള സമയമായി. സാധാരണ അന്ന് കാലത്തൊക്കെ നാട്ടിൽ വയറ്റാട്ടിമാരാണ്. അമ്മ ഒരു വിട്ടുപോയിട്ടെന്ന് എൻ്റെ അമ്മ പറഞ്ഞത്. വിട്ടുപോയി കഴിഞ്ഞ് വയറ്റാട്ടിമാരാണ് പ്രസവത്തെടുക്കുക. അന്നാണ് ഈ നാട്ടിൽ 3 വയറ്റാട്ടിമാരുണ്ട്. ഈ 3 പേരെ അന്വേഷിച്ചിട്ട് കിട്ടാനില്ല. അവസാനം അടുത്തുള്ള ഒരു കുമാരനായ ഒരു ചൊക്കടല്ല ജീപ്പിൽ കയറ്റി എന്നെ അംഗമായുള്ള കണ്ണാശുപത്രിയിൽ കൊണ്ടുപോവാണ്. അങ്ങനെ അവിടെ ചെന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് പ്രസവവേദന എടുത്തു. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. ഞായറാഴ്ചക്ക് പള്ളിയിൽ മണിയടിച്ചപ്പോൾ അമ്മയ്ക്ക് പ്രസവവേദനയായി. അപ്പൊ ആ കൂടെ അമ്മ ഒരു പുതുമന എന്നുള്ള തറവാട്ടിൽ നിന്നുള്ള സിസ്റ്റർ ആയിരുന്നു. സിസ്റ്റർ പറഞ്ഞു, ചെടുത്തി പള്ളിയിൽ മണിയടിച്ചു, ഞായറാഴ്ച എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല, ഞാൻ പള്ളിയിൽ പോകാണെന്ന് പറഞ്ഞു. അപ്പൊ സിസ്റ്റർ പറഞ്ഞു, സിസ്റ്റർ ഞാൻ പോകരുത് സിസ്റ്റർ. അമ്മ സിസ്റ്ററിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അങ്ങനെ സിസ്റ്റർ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അതാ അമ്മ പ്രസവിക്കുകയാണ്. തക്കടി മുണ്ടനായ ഒരു സുന്ദരനായ ഒരു ചെറുപ്പക്കാരനല്ല, ഒരു കൊച്ച് അവിടെ പ്രസവിച്ചു വീഴുകയാണ്. അപ്പൊ ഈ സിസ്റ്റർ പറഞ്ഞു, അമ്മച്ചി അതൊരു ആൺകുട്ടിയാണെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് സിസ്റ്റർ പള്ളിയിൽ പോകുമേ, ഇതൊരു അച്ഛനാവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചേരെ സിസ്റ്റർ എന്ന് പറഞ്ഞു. ഈ കുഞ്ഞൊരു അച്ഛനാവാൻ വേണ്ടി പ്രാർത്ഥിക്കാനില്ല.
നമ്മൾ ഒന്നും ഓർത്തുകൊണ്ട് പറയുന്നതായിരിക്കില്ല. പക്ഷേ അത് സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ സത്യമായി മാറുകയാണ്. എൻ്റെ അമ്മയുടെ സ്നേഹമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനായിട്ട് എനിക്ക് ലഭിച്ചത്. സ്നേഹമുള്ള മാതാപിതാക്കളെ, ഇന്ന് നിങ്ങൾ പരിശുദ്ധ നിയമത്തിന് തിരുനാൾ ആഘോഷിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാണ്. ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സ്നേഹിക്കുന്ന ഒരു അമ്മയാവുക, സ്നേഹിക്കുന്ന ഒരു മാതാവാകുക, സ്നേഹിക്കുന്ന ഒരു പിതാവാകുക. നമ്മളൊക്കെ മാതാപിതാക്കളുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ ഇതുപോലെ സ്നേഹമുള്ള പിതാക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. 15 വർഷം മുമ്പ് ഞാൻ മൂവാറ്റുപുഴയ്ക്ക് അടുത്തൊരു വീട്ടില് ഒരു അപ്പച്ചന്റെ മതസംസ്കാര ശുശ്രൂഷ പങ്കെടുക്കാൻ പോയി. 13 മക്കളുള്ള ഒരു കുടുംബമാണ്. 2 അച്ഛന്മാരും 3 സിസ്റ്റേഴ്സും ഉള്ള 13 മക്കളുള്ള കുടുംബത്തിലെ അപ്പച്ചൻ മരിച്ചപ്പോ അപ്പച്ചന്റെ മൂത്ത മകൻ മതസംസ്കാര ശുശ്രൂഷകൾ നടത്തുകയാണ്. ശുശ്രൂഷ സുവിശേഷം വായിച്ച എന്റെ അപ്പന്റെ അച്ഛൻ പറഞ്ഞു, ഇന്ന് ഈ മതസംസ്കാര ശുശ്രൂഷയില് സന്ദേശം പറയുന്ന എന്റെ കൂടെ പഠിച്ച ഒരു അച്ഛനാണ്. എങ്കിലും ഈ അച്ഛൻ പ്രസംഗം പറയുന്നതിന് ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. അന്നേരം അച്ഛൻ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ആ അച്ഛൻ പറയാണ്, ഞങ്ങളുടെ അപ്പച്ചി ജീവിക്കുന്ന വേദപുസ്തകമായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞ ഞാൻ ഓർക്കുകയാണ്. വളരെ സ്നേഹത്തോടും അഭിമാനത്തോടും ശാന്തതയോടും അതിലൂടെ അഭിമാനത്തോടുകൂടി അപ്പച്ചൻ പറഞ്ഞ കാര്യം, ഞങ്ങളുടെ അപ്പച്ചി ജീവിക്കുന്ന വേദപുസ്തകമായിരുന്നു എന്ന് ഈ അച്ഛൻ പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോഴും അച്ഛന്റെ അച്ഛന്റെ മുഖം എന്റെ മനസ്സിൽ ഇപ്പോഴും തെളിഞ്ഞു നിൽക്കുകയാണ്. 15 വർഷം മുമ്പ് ഞാൻ പറഞ്ഞു കേട്ട കാര്യമാണ്. ഇന്ന് നമുക്ക് വേണ്ടത് നല്ല സ്നേഹമുള്ള വിശ്വാസമുള്ള അപ്പച്ചനും അമ്മച്ചിമാരുമാണ് നമുക്ക് വേണ്ടത്. ഇന്ന് നമ്മളൊക്കെ പറയാറുണ്ട്, എന്റെ അച്ഛ ഞാൻ യൂറോപ്പിലാണ് 10 വർഷം ഞാൻ ഇംഗ്ലണ്ടിലായിരുന്നപ്പോ അവിടെയുള്ള മലയാളി ചേട്ടന്മാരൊക്കെ പറയായിരുന്നു, അച്ഛൻ ഇവിടെയൊന്നും പിള്ളേരെ വളർത്താൻ ശരിയാവില്ല. ഇവിടെ പിള്ളേരെ വളർത്തി കഴിഞ്ഞാൽ ഇവരൊക്കെ ഈ സംസ്കാരത്തിൽപ്പെട്ട് ഇവർ മദാമ്മമാരെ പോലെ സായിപ്പുമാരെ പോലെയൊക്കെ ആയിപ്പോവും. ഇപ്പൊ അവരൊക്കെ ഹായ് ഡാഡ് ബൈ ഡാഡ് എന്നൊക്കെ അവർ പറയാ, ഹായ് ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോവുക. അപ്പൊ അല്ലെങ്കിൽ ഒരു ദിവസം 10-15 വർഷം ഡാഡ് ദിസ് ഈസ് മൈ ബോയ് ഫ്രണ്ട്, ദിസ് ഈസ് മൈ ഗേൾ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ഈ ചെറിയ കുന്നില്ലാത്ത നാട്ടിൽ നിന്ന് പോകുന്ന കുട്ടനാട്ടുകാരൻ ചേട്ടന്മാർക്കും എറണാകുളക്കാരൻ ചേച്ചിമാർക്കൊക്കെ പേടിയാവാണ് ഈ കുഞ്ഞുങ്ങളെ അവിടെ വളർത്താൻ പറ്റുമെന്ന്. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അന്ന് ഈ മാധവിക്കുട്ടി പറയുന്നത് പറയാറുണ്ട്, ആണുങ്ങളായി കഴിഞ്ഞാൽ അവർ പെണ്ണുപിടിക്കുകയും കള്ളു കുടിക്കുകയും പുകവലിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അമ്മയ്ക്ക് പറഞ്ഞ ഒരു ആണുങ്ങൾ ചെയ്യില്ല എന്ന് പറയും. ആണുങ്ങളായി കഴിഞ്ഞാൽ അവർ കള്ളു കുടിക്കുകയും പെണ്ണുപിടിക്കുകയും പുകവലിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അമ്മയ്ക്ക് പറഞ്ഞവൻ ഇതൊന്നും ചെയ്യില്ല എന്ന് പറയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ ഈ ശോഷണത്തിന്റെ ഒരു കാരണം നല്ല പിതാക്കളില്ലാത്തതുകൊണ്ടാണ്, നല്ല മാതാപിതാക്കളില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ പറയില്ലേ, അമ്മയില്ലാത്തതാണ് ഇന്നത്തെ വീടുകൾ അങ്ങാടി വീടുകൾ എന്നാണ് പറയുക. അമ്മയില്ലാത്തതാണ് ഇന്നത്തെ വീടുകൾ അങ്ങാടി വീടുകൾ. അന്തിക്ക് പ്രാർത്ഥന ചൊല്ലിടാതെ, അമ്മിഞ്ഞ കുഞ്ഞിന് നൽകിടാതെ ടിവിക്ക് മുമ്പിൽ ചടഞ്ഞിരിക്കും അമ്മച്ചി എങ്ങനെ അമ്മയാകും എന്നാണ് കവി ചോദിക്കുക. നമ്മളൊക്കെ സീരിയലുകളുടെ മുമ്പിൽ നിന്നിട്ട് നമ്മൾ കണ്ണുനീർ വാർത്ത കരയുന്ന അമ്മമാര് നമ്മൾ പ്രാർത്ഥിക്കാൻ സമയമില്ലാതെ വരുമ്പോൾ, നമ്മളെ നോക്കി ഈ മക്കളൊക്കെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മളെ മാതൃകകളില്ലാതെ വരുമ്പോൾ നമ്മുടെ കുടുംബം തരിപ്പണമായി പോകുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ദുഃഖിച്ചുകൂടാ. ഒരു നല്ല അമ്മയാവുക, വിശ്വാസമുള്ള ഒരു അമ്മയാവുക, വിശ്വാസമുള്ള ഒരു പിതാവാകുക. എന്റെ അളിയന്റെ അമ്മച്ചി മരിച്ചപ്പോ 41-ാം എനിക്ക് മരിച്ചടക്കിന് പോകാൻ പറ്റില്ല. 41-ാം ദിവസം എന്നെ അളിയൻ വിളിച്ചു, എങ്ങനെയെങ്കിലും എന്നെ വീട്ടിൽ ടോമി എന്ന് വിളിക്കുക, എങ്ങനെയും ടോമി വരണം എന്ന് പറഞ്ഞു. ഞാൻ 41-ാം ചരമദിനത്തിന്റെ കുർബാനയ്ക്ക് പോയി. അപ്പൊ ഞാൻ അളിയനോട് വീട്ടുകാരോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അമ്മച്ചിയെ കുറിച്ച് പറയേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ അളിയൻ പറയാണ്, എന്റെ അമ്മച്ചി പ്രാർത്ഥിക്കുന്ന ജീവിക്കുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു പറയാം. എന്റെ അമ്മച്ചി പ്രാർത്ഥനയുടെ ഒരു സാക്ഷ്യമായിരുന്നു പറയാ. ആ അമ്മച്ചിയുടെ മരുമകളുണ്ട്, സിജി എന്നാണ് അവര്. ഏറ്റവും ഇളയ മകന്റെ കൂടെയാണ് അമ്മച്ചി താമസിച്ചിരുന്നത്. മകൻ ഗൾഫിലാണ്, മരുമകളുടെ കൂടെയാണ് താമസിച്ചിരുന്നത്. ആ മരുമകൾ പറയുന്നത്, അമ്മച്ചി എല്ലാ ദിവസവും 4 മണിക്ക് എഴുന്നേറ്റ് അമ്മച്ചി പ്രാർത്ഥിക്കുക എന്ന് പറയാം. എല്ലാ ദിവസവും അമ്മച്ചി 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് കൊന്തം ചൊല്ലി അമ്മച്ചിയുടെ പതിവ് പ്രാർത്ഥന വെച്ച് കൃത്യമായിട്ട് അമ്മച്ചി ഗുളികകളൊക്കെ കഴിച്ച് 86-ാമത്തെ വയസ്സാണ് ഈ അമ്മച്ചി മരിക്കുക. അപ്പൊ അമ്മച്ചി തലേ ദിവസം പോലും ഉച്ചമണിച്ചിട്ടാണ് അമ്മച്ചി മരിക്കുക എന്ന് പറയാം. അന്ന് പതിവ് പോലെ മരണ ദിവസം അമ്മച്ചി എഴുന്നേറ്റ് പ്രാർത്ഥനകളൊക്കെ ചൊല്ലി ജപമാല കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുമ്പോ ബൈബിളിൽ മടിയിൽ തുറന്നിരിപ്പുണ്ട്. സിജി കട്ടൻ കാപ്പിയായിട്ട് ചെന്നപ്പോ അമ്മച്ചിയെ കസേരയിൽ വലിച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഇതുകൊണ്ട് ഈ മരുമകൾ പൊട്ടിക്കറിഞ്ഞെന്ന് പറയാം. ഈ മരുമകൾ പറയാണ്, ഞങ്ങളുടെ അമ്മച്ചി വീട്ടിലുള്ള 5 ആളുകളുടെ ശക്തിയാണെന്ന് അമ്മച്ചി മരുമകൾ പറയുക. എന്റെ അമ്മച്ചി വീട്ടിലുള്ള 5 ആളുകളുടെ ശക്തിയാണ്. എന്റെ ചേട്ടൻ ഗൾഫിലാണെങ്കിലും അമ്മച്ചി വീട്ടിലുള്ള നിങ്ങൾക്ക് കരുത്താണെന്ന് പറയാം. ഈ അമ്മച്ചി ഒരു പൂനുള്ള ശരീരം കൊണ്ട്, ആരോഗ്യം വാർദ്ധക്യം കൊണ്ട് കൂലി പിടിച്ചൊരു ശരീരമായിരുന്നു. പക്ഷെ ആത്മാവിൽ ശിരസിലെത്തുന്ന അമ്മയായിരുന്നു.
ആ അമ്മച്ചിയുടെ ജീവിതം പ്രാർത്ഥനയായിരുന്നു. ആ അമ്മച്ചിയുടെ ഹൃദയം സക്രാരിയായിരുന്നു. ആ അമ്മച്ചി നമ്മോട് പറയുന്ന ഒരു പാഠമുണ്ട്. നിങ്ങളുടെ മക്കള്, ആ അമ്മച്ചിക്ക് വീടുകളിലൊപ്പം കൊച്ചുമക്കളൊക്കെ ചെറുമക്കളൊക്കെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അമ്മച്ചിയോട് വിളിച്ച് പറയും, അമ്മച്ചി പ്രാർത്ഥിക്കണം. ആര് പറഞ്ഞാലും അമ്മച്ചി അവർക്ക് വേണ്ടി അഖണ്ഡ ജപമാലയിൽ പ്രാർത്ഥിക്കും. അമ്മച്ചി പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ വീട്ടില് ഈ കൊച്ചുങ്ങൾക്ക് പരീക്ഷ ഒരു സുഖമാണ്, ശക്തിയാണെന്നാണ് പറയുക. ഇന്ന് നമ്മുടെ അമ്മച്ചിമാരോടെ കുട്ടികൾ എന്താണ് പറയുക? എന്ത് വേണമെന്നാണ് പറയുക? ഇവിടെ ഇരിക്കുന്ന കുട്ടികളെ അമ്മച്ചിയെ കുറിച്ച് പറയാം, എനിക്കൊരു ഐപാഡ് വേണം, ഒരു ഐപോഡ് വേണം, അല്ലെങ്കിൽ എനിക്കൊരു ലാപ്ടോപ്പ് വേണം, അല്ലെങ്കിൽ iPhone 5, ഏറ്റവും ടച്ച് സ്ക്രീൻ, ടെക്സ്റ്റ് മെസ്സേജ് വരുന്ന ടച്ച് സ്ക്രീൻ ഉള്ളൊരു ഫോണൊക്കെ വേണം നമ്മൾ പറയാം. ഏതെങ്കിലും കുഞ്ഞുങ്ങൾ നമ്മുടെ അമ്മച്ചിമാരെ വിളിച്ചിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാറുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ഓടിയിട്ടിറങ്ങി നോക്കണം. ഇവിടെ ഇരിക്കുന്ന കൊച്ചുമക്കളോട് എനിക്ക് പറയാനുള്ളത് തന്നെയാണ്. ഇവിടെ ഞാൻ ബാംഗ്ലൂരിലുള്ള ഞങ്ങളുടെ ചെറിയൊരു ആശ്രമത്തിൽ ചെമ്മാച്ചന്മാർ പഠിക്കുന്ന 20 ചെമ്മാച്ചന്മാർ പഠിക്കുന്ന ആശ്രമത്തിലാണ് ഞാൻ താമസിക്കുക. അവിടെ എല്ലാ ദിവസവും രാവിലെ കുർബാനയുണ്ട്. ആ കുർബാനയ്ക്ക് 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ വരും. അവൻ എല്ലാ ദിവസവും, ഞങ്ങൾ കർമ്മലിത സഭയിൽപ്പെട്ടവരാണ്, ഞങ്ങളുടെ ദേവാലയത്തിൽ കർമ്മല മാതാവിന്റെ രൂപമുണ്ട്. ആ കർമ്മല മാതാവിന്റെ രൂപത്തിന് മുമ്പിൽ വന്നിട്ട് കുർബാന കഴിഞ്ഞ് ചിലപ്പോൾ കുർബാനയ്ക്ക് 5 മിനിറ്റ് വൈകി ഓടി പിടിച്ചായിരിക്കും വരിക. വന്ന കുർബാനയുടെ കർമ്മല മാതാവിന്റെ മുമ്പിൽ രൂപത്തിൽ ചിരിത്തൊണ്ടിട്ട് അവൻ എല്ലാ ദിവസവും മൗനമായിട്ട് പ്രാർത്ഥിക്കും. അവന്റെ പ്രാർത്ഥനയെ കൂടി ഞാൻ നോക്കി നിൽക്കാറുണ്ട്. ഒരു ദിവസം പ്രാർത്ഥന കഴിഞ്ഞ് പയ്യൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോ ഞാൻ അടുത്ത് അവിടെ നിന്ന് ഗോവയിൽ നിന്നൊരു അമ്മച്ചി അവിടെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരും. അപ്പൊ അമ്മച്ചിയോട് പറഞ്ഞു, അവൻ നല്ലൊരു കുട്ടിയാണ്, നല്ല വിശ്വാസമുള്ളൊരു കുട്ടിയാണെന്ന് പറഞ്ഞു. അപ്പൊ അമ്മച്ചി പറയാണ്, ഫാദർ, I pray that my son becomes like him. I pray that my son becomes like him. My son becomes like him. എന്റെ മകൻ ഇവനെ പോലെ ആകണമേ എന്ന് എന്റെ പ്രാർത്ഥനയാണ്. എനിക്ക് അങ്ങനെ ഒരു മകൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന പല മാതാപിതാക്കളുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഒരേ ഒരു കാര്യമുള്ളൂ. ഇന്ന് നിങ്ങൾ ഈ ദേവാലയത്തിൽ വന്ന് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ഉണ്ണീശോയുടെ തിരുരൂപത്തിന്റെ മുമ്പിൽ വന്നിട്ട് നിങ്ങൾ തിരിതെളിച്ചിട്ട് കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് ശിരസമിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ വലിയ സത്യം പ്രഘോഷിക്കുകയാണ്. കൈകൾ കൂപ്പി രൂപങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ പറയുകയാണ്, ദൈവമേ നീയാണ് വലിയത്. വിശുദ്ധ